യെസ് മക്കളെ, ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്ന ചാപ്റ്ററിൻ്റെ അവസാന പാർട്ടിലേക്ക് കിടക്കുകയാണ് നമ്മൾ. ഇതുവരെയും നമ്മൾ ചർച്ച ചെയ്തത് ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും കുറിച്ചാണ്. ഇനി ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ള ഒരാൾ കാർബോക്സിലിക് ആസിഡ്സ് ആണ്. അപ്പോൾ നിങ്ങളൊരു മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതിക്കോളൂ, കാർബോക്സിലിക് ആസിഡ്സ് എന്ന് മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതുക. ചാപ്റ്ററിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഹാഫ് എന്ന് പറയാനില്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കാർബോക്സിലിക് ആസിഡിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതിക്കോളൂ, കാർബോക്സിലിക് ആസിഡ്സ്. ഏതൊരു കോമ്പൗണ്ടിനെയും നമ്മൾ പഠിക്കുന്ന അതേ റൂട്ടിലാണ് നമ്മളിപ്പോഴും പഠിക്കാൻ പോകുന്നത്. ആദ്യം മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, എന്നിട്ട് കെമിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അമീൻസ് കൂടി കഴിഞ്ഞിട്ട് നമ്മളെല്ലാ ചാപ്റ്ററിലെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പൊതുവായിട്ട് നിങ്ങൾക്കൊരു സിംഗിൾ ക്ലാസ് ആയിട്ട് എടുത്തു തരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെഡിങ് എഴുതിക്കോളൂ, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. എഴുതിക്കോളൂ, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. ഏതെല്ലാം രൂപത്തിൽ നമുക്ക് കാർബോക്സിലിക് ആസിഡുകൾ ഉണ്ടാക്കാം? മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, ഏതെല്ലാം രൂപത്തിൽ നമുക്ക് കാർബോക്സിലിക് ആസിഡുകൾ ഉണ്ടാക്കാൻ പറ്റും? മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ടെക്സ്റ്റിൽ ഒരുപാട് ഹെഡിങ്ങുകളിലായി കൊടുത്തത് ഞാൻ 4 ഹെഡിങ്ങിലേക്ക് ചുരുക്കുകയാണ്. 1, 2, 3, 4 എഴുതിക്കോളൂ. 1, 2, 3, 4. 1, ഫ്രം ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ്. ഫ്രം ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ്, ആൽക്കഹോൾസിൽ നിന്നും ആൽഡിഹൈഡിൽ നിന്നും എങ്ങനെ നമുക്ക് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാം എന്നതാണ് ആദ്യത്തേത്. 2, ഫ്രം ടൊളുവിൻ. കേട്ടിട്ടുണ്ടാകും. ടൊളുവിൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയില്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തേക്ക് വെയിറ്റ് ചെയ്യുക. ഫ്രം ടൊളുവിൻ. 3, ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഞാൻ ഷോർട്ട് ഫോം ആക്കിയിട്ടാണ് എഴുതുന്നത്. ഞാൻ എഴുതുന്നത് നിങ്ങൾ നോക്കി എഴുതാൻ വേണ്ടിയിട്ടല്ല, വരാനിരിക്കുന്ന ഹെഡിങ്ങുകളെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. 3, ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. നിങ്ങൾ നീട്ടി വലിച്ച് എഴുതണം. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്ന് ഫുള്ളാക്കിയിട്ട് എഴുതണം. 4 എഴുതിക്കോട്ടെ. 4, ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ്. 4 ഇതാണ്, എഴുതിക്കോളൂ, ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ്. 4ാമത്തേതായിട്ട് ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ്. ഈ ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ടെക്സ്റ്റ് ബുക്കിലില്ല. നേരെ മറിച്ച് 5 ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സാധനങ്ങളെ ഞാൻ ഒരുമിച്ച് ഹൈഡ്രോളിസിസ് എന്ന ഒരു ചെറിയ ഹെഡിങ്ങിലേക്ക് ഞാനായിട്ട് മാറ്റിയതാണ്. അങ്ങനെ ഒരു ഹെഡിങ് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ കാണില്ല, പക്ഷേ കണ്ടന്റ് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഹെഡിങ്ങിൻ്റെ അടിയിൽ അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, ഒരുമിച്ച് പറയാവുന്ന കാര്യമുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഇനി ഓരോരുത്തരായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. 1ാമത്തെ ആൾ എടുത്ത് എഴുതിക്കോളൂ, ഫ്രം ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ്. ഫ്രം ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ്. ഇക്കാലം അത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ കൺസെപ്റ്റ് തന്നെ. ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നത് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ബോർഡിൻ്റെ ഈ സൈഡിൽ എഴുതി വരച്ച് കാണിച്ചു തരാറുണ്ട്. ഹൈഡ്രോ കാർബൺസിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽക്കഹോൾ ആകും. ആൽക്കഹോൾസിനെ ഫർദർ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് കീറ്റോൺ ആകും. അതിൽ ആൽഡിഹൈഡിനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡ് ആകും. അതിനെ തിരിച്ച് ചെയ്താൽ, അതായത് ഓക്സിഡേഷന് പകരം റിഡക്ഷൻ ചെയ്താൽ ഇങ്ങോട്ട് പോയ അതേ സാധനങ്ങൾ തിരിച്ച് ഇങ്ങോട്ടും കിട്ടും എന്നൊക്കെ ഞാൻ പലതവണ നിങ്ങൾക്ക് പല ചാപ്റ്ററിലായിട്ട് പഠിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇനി കിടക്കുന്നില്ല. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോറിംഗ് ആയിരിക്കും. അത് നിങ്ങൾക്ക് അത് ഓർമ്മയിലില്ലെങ്കിൽ ആൽഡിഹൈഡ് കീറ്റോണിൻ്റെ ഓക്സിഡേഷനെ കുറിച്ച് ഞാൻ സംസാരിച്ച സ്ഥലത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൽഡിഹൈഡ് കീറ്റോൺ എന്നത് ഈ ചാപ്റ്ററിൽ തന്നെയാണല്ലോ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതി വെച്ചോളൂ, പ്രൈമറി ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ്. എഴുതൂ, പ്രൈമറി ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ്. പ്രൈമറി ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ് oxidizes to give corresponding carboxylic acid. Oxidizes to give corresponding carboxylic acids. പ്രൈമറി ആൽക്കഹോളും ആൽഡിഹൈഡും ഓക്സിഡൈസ് ചെയ്യുന്നു അല്ലേ? പ്രൈമറി ആൽക്കഹോളും അതുപോലെ ആൽഡിഹൈഡും ഓക്സിഡൈസ് ചെയ്യുന്നു. എന്ത് കിട്ടാൻ? കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കിട്ടാൻ. രണ്ടുപേരും ഓക്സിഡൈസ് ചെയ്താൽ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കിട്ടും. അതിൻ്റെ താഴെ നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യം ഇങ്ങനെയാണ്, പ്രൈമറി ആൽക്കഹോൾ ഗീവ്സ് കാർബോക്സിലിക് ആസിഡ്. ആരോ മാർക്കിന് മുകളിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ്. എന്താണ്? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ്.
പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് വേണം. ആൽഡിഹൈഡ്സിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിനും പറ്റും, അതുപോലെ ഓർ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റിനും പറ്റും. താഴെ എഴുതി വെക്കേണ്ടതാണ് കേട്ടോ. ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് തന്നെ വേണമെന്നില്ല. ആരായാലും മതി, മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയാലും മതി. അപ്പോൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിനും പറ്റും, മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റിനും പറ്റും. എന്തിന്? ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അടുത്ത ഡൗട്ട്, ഈ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റും മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റും ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അതൊക്കെ നമ്മൾ പലതവണ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞു പഠിപ്പിച്ചതാണ്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ വീണ്ടും അത് ഇവിടെ നിന്ന് എഴുതി തരികയാണ്. അതായത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള ടോളൻസ് റിയേജന്റ്, ഫെലിങ്സ് റിയേജന്റ് ഒക്കെ ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുമെന്നത് ആൽഡിഹൈഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആൽഡിഹൈഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ പഠിപ്പിച്ച, അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ പഠിപ്പിച്ച അതേ ഓക്സിഡേഷനാണ് ഇവിടെ കാർബോക്സിലിക് ആസിഡിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആയിട്ടും വരുന്നത്. കാര്യം അവിടെ ഉണ്ടായിരുന്നത് കാർബോക്സിലിക് ആസിഡാണ്. ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡ് കിട്ടും. അപ്പോൾ അത് രണ്ട് ഹെഡിങ്ങിനകത്ത് നമ്മൾ പഠിക്കും. ഒന്ന് ആൽഡിഹൈഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കും, മറ്റൊന്ന് കാർബോക്സിലിക് ആസിഡിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആയിട്ട് പഠിക്കും. ഇത് രണ്ടും ഒന്നാണെന്ന് തിരിച്ചറിയുന്ന വിദ്യാർത്ഥിക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇത് പലതവണ പഠിക്കേണ്ട കാര്യമില്ല. ഒരു തവണ പഠിച്ചത് രണ്ടാമതൊന്ന് ഓർത്തെടുത്താൽ മതിയാകും. എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് പറയാണ്, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള മൂന്നാളുകൾ, ഒന്ന് KMnO4, മറ്റൊന്ന് K2Cr2O7, മറ്റൊന്ന് ജോൺസ് റിയേജന്റ്. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. ജോൺസ് റിയേജന്റ് ആരാ മക്കളെ? ജോൺസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ CrO3 ഇൻ പ്രസൻസ് ഓഫ് H2SO4 ആണ്. CrO3 ബാർ H2SO4 അല്ലെങ്കിൽ CrO3 വരയിട്ടിട്ട് H2SO4 ഒക്കെ ആരാണ്? ജോൺസ് റിയേജന്റ് ആണ്. ഇങ്ങനത്തെ ആളുകളാണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. ടോളൻസ് റിയേജന്റ്, ഫെലിങ്സ് റിയേജന്റ് ഒക്കെ ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. ടോളൻസ് റിയേജന്റ്, ഫെലിങ്സ് റിയേജന്റ് ഒക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുകൾ ഉപയോഗിച്ചാൽ മാത്രമേ പ്രൈമറി ആൽക്കഹോൾ കാർബോക്സിലിക് ആസിഡായി മാറുള്ളൂ. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റോ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റോ ആരുപയോഗിച്ചാലും ആൽഡിഹൈഡ് എന്തായി മാറിക്കോളും? കാർബോക്സിലിക് ആസിഡായി മാറിക്കോളും. രണ്ട് എക്സാമ്പിൾ എഴുതിയിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഞാൻ ആദ്യം ഒരു ആൽക്കഹോൾ എഴുതാം. CH3CH2OH. CH3CH2OH കാണുന്നുണ്ടല്ലോ. എഥനോൾ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്ന പ്രൈമറി ആൽക്കഹോൾ. ആരാണ്? എഥനോൾ. പേരെഴുതിക്കോളൂ, എഥനോൾ. ആരോ മാർക്കിന് മുകളിൽ ആൽക്കഹോൾ ആണല്ലോ. ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ ഈ മൂന്നിൽ ആരെങ്കിലും ഒരാൾ വേണം. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള ആരെങ്കിലും വേണം. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ആളെ തന്നെ എഴുതുന്നുണ്ട്, KMnO4. എന്താണ് സംഭവിക്കുക? കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കിട്ടുന്ന ഞാൻ സെന്റൻസിൽ പറഞ്ഞു വന്നത്. എന്താണ് ഈ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അറിയും. കാർബണിന്റെ എണ്ണം കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ആണല്ലോ. എത്ത് എന്നാണല്ലോ നമ്മുടെ വേർഡ് റൂട്ട് വരുന്നത്, എത്ത്. അപ്പോൾ 2 കാർബൺ ഉള്ള കാർബോക്സിലിക് ആസിഡ് തന്നെ കിട്ടണം. അതാരാണ്? CH3COOH. മനസ്സിലായല്ലോ? CH3COOH. അപ്പോഴുണ്ട് ഇവിടെ 2 കാർബൺ. ഇയാളുടെ പേരെന്താണ്? എഥനോയിക് ആസിഡ്. അപ്പോൾ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടത് ഇതാണ്, നിങ്ങൾ എഴുതിയ റിയാക്റ്റൻറ്റിലും പ്രൊഡക്റ്റിലും വേർഡ് റൂട്ട് സെയിം ആയിരിക്കണം. 2 ഭാഗത്തും എത്താണ്. എന്ത് സംഭവിക്കാൻ പാടില്ല? കാർബണിൻ്റെ എണ്ണം കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ ഒരു ആൽക്കഹോള് കാർബോക്സിലിക് ആസിഡായി മാറുന്നതിൻ്റെ എക്സാമ്പിളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത്. ആൽക്കഹോൾ കാർബോക്സിലിക് ആസിഡായി മാറുന്നു. ഇനി നമ്മൾ പഠിച്ചത് ആൽഡിഹൈഡിനെയും കാർബോക്സിലിക് ആസിഡാക്കി മാറ്റാം. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു 3 കാർബണുള്ള ആൽഡിഹൈഡ് കാണിച്ചു തരാം. CH3CH2CHO. ആരോ മാർക്കിന് മുകളിൽ ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡാക്കി മാറ്റാൻ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റോ അല്ലെങ്കിൽ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റോ മതി. അപ്പോൾ ഈ 3ഉം ഈ 2ഉം ഏതെങ്കിലും ഒരാൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ടോളൻസ് റിയേജന്റ് ആയിക്കോട്ടെ. ടോളൻസ് റിയേജന്റ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച സാധനമാണ്. ടോളൻസ് റിയേജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കാർബോക്സിലിക് ആസിഡായി മാറും. അപ്പോൾ എങ്ങനെയുണ്ട്? CH3CH2COOH. ഞാൻ പറഞ്ഞു കാർബണിൻ്റെ എണ്ണത്തിൽ മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് എന്ന് പേര് വിളിച്ചത്. ഇവിടെ 3 കാർബൺ ആണെങ്കിൽ പ്രൊഡക്റ്റിലും 3 കാർബൺ. ഇത്രയേ ഉള്ളൂ ആദ്യത്തെ കാര്യം. ഫ്രം ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ് എന്നതിൽ പഠിക്കേണ്ടത്. പുതുതായി ഒന്നും ഇവിടെ പഠിച്ചിട്ടില്ല, എല്ലാം പഴയ കാര്യങ്ങൾ തന്നെയാണ്.
2 ഫ്രം ടൊളുവിൻ എഴുതി വെച്ചോ. ഫ്രം ടൊളുവിൻ സിമ്പിളാണ്. ഫ്രം ടൊളുവിൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഫ്രം ടൊളുവിൻ. മക്കളെ, ടൊളുവിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ ഒരു CH3 ഗ്രൂപ്പ് വരൽ ആണ് എന്ന് നിങ്ങൾക്കറിയാം. ബെൻസീൻ റിങ്ങിൽ ഒരു CH3 ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങളിത് എഴുതണ്ട. അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു സാധനം എഴുതി വെക്കൂ. റിയേജൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് KMnO4 ആണ്. ഇതും ഒരു ടൈപ്പ് ഓഫ് ഓക്സിഡേഷൻ തന്നെയാണ്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓക്സിഡേഷൻ ആണ്. എന്താണ് ആ സ്പെഷ്യൽ ടൈപ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. CH3 എന്ന് പറയുന്ന ആളാണ് ടൊളുവിൻ. അപ്പോൾ ഈ ടൊളുവിൻ എന്ന് പറയുന്ന ആളിലേക്ക് ഞാൻ KMnO4 ഉപയോഗിച്ച് കഴിഞ്ഞാൽ, KMnO4 ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയാം. ഈ കാർബണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഹൈഡ്രജൻസും അവിടെ നിന്ന് പോയിട്ട് പകരം അത് COOH ആയിട്ട് മാറും. ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറും. ഇപ്പോൾ കിട്ടിയ സാധനമാരാണ് ബെൻസോയിക് ആസിഡാണ്. ബെൻസോയിക് ആസിഡ് മനസ്സിലായല്ലോ. ബെൻസീൻ റിങ് അറ്റാച്ച് ചെയ്ത കാർബണിനെ നോക്ക്. ആ കാർബണിലുള്ള ഹൈഡ്രജൻസ് ഒക്കെ പോകും. പകരം ഒരു ഹൈഡ്രജൻ മാത്രം അവിടെ നിന്നിട്ട് ബാക്കിയുള്ളത് പോയിട്ട് എന്താകും? കാർബോക്സിലിക് ആസിഡ് ആകും. ഒരു ഹൈഡ്രജൻ മാത്രം നിൽക്കുക എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതായത് ഒരു ബെൻസീൻ റിങ്ങിൽ ശ്രദ്ധിച്ച് കണ്ടോളണേ. ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ച് കണ്ടോളണേ, ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഈ കോമ്പൗണ്ട് ഈ റിയാക്ഷൻ കാണിക്കും. KMnO4 വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറും? ബെൻസോയിക് ആസിഡായി മാറും. ബെൻസോയിക് ആസിഡായി മാറും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ല സാർ, അപ്പോൾ ഈ കാർബണിൻ്റെ 2 വാലൻസി അല്ലേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ബാക്കി 2 വാലൻസി ഇവിടെ ഇല്ലേ? ഉണ്ട്. ആ 2 വാലൻസിയിൽ ആര് തന്നെ വന്നാലും, ദേ ഇവിടെ ഒരു CH3 ഇവിടെ ഒരു CH3 എന്നൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, എന്നാലും പ്രൊഡക്റ്റ് മാറൂല. അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നേ? ബെൻസീൻ റിങ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ബാക്കി വാലൻസികൾ എത്ര വലിയ ഗ്രൂപ്പായാലും കുഴപ്പമില്ല. KMnO4 ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബെൻസോയിക് ആസിഡായി മാറും. എന്തായിട്ട് മാറും? ബെൻസോയിക് ആസിഡ്. പക്ക ബെൻസോയിക് ആസിഡ്, ഡെറിവേറ്റീവ് ഒന്നുമല്ല, ബെൻസോയിക് ആസിഡായിട്ട് തന്നെ മാറും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. KMnO4 ബെൻസീൻ റിങ്ങിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ നോക്കണം, കാർബണിൻ്റെ കൂടെ ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടാവണം. ഒരു ഹൈഡ്രജനെങ്കിലും ഉള്ളതേ നിങ്ങൾക്ക് തരുള്ളൂ. ഇതിപ്പോൾ ഈ ഗ്രൂപ്പിനെ നമ്മൾ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്നാണ് പറയും. ഇവിടെ ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് വന്ന് ഫിക്സ് ചെയ്താലും, ഇനി ഒരു സെക്കൻഡറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വന്ന് ഫിക്സ് ചെയ്താലും, ഇവിടെ ഏത് ഗ്രൂപ്പ് വന്നാലും കുഴപ്പമില്ല. ബെൻസീൻ റിങ് അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ഉണ്ടോ, റിയാക്ഷൻ സെയിം ആണ്. ബാലൻസ് ഉള്ള ആ 2 വാലൻസികൾ അതിന് എത്ര നീളമുള്ള ചെയിൻ ആണെങ്കിലും കംപ്ലീറ്റ്ലി നോക്ക്ഡ് ഔട്ട് എന്നാണ് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ. കംപ്ലീറ്റ് ആയിട്ട് അത് അവിടെ നിന്ന് അങ്ങോട്ട് പോകും. പകരം ആര് കയറി നിൽക്കും? ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് കയറി നിൽക്കും. അതാണ് ടൊളുവിനിൽ നിന്ന് എന്തുണ്ടാക്കുന്ന കാർബോക്സിലിക് ആസിഡ്സ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ. ടൊളുവിൻ ഇയാൾ മാത്രമാണ്, ഇയാളൊന്നും ടൊളുവിൻ നല്ല പേര് വിളിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് ഇതിൻ്റെ ഒരുമിച്ച് കൂടെ പറഞ്ഞു എന്ന് മാത്രം. മൂന്നാമത്തത് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ് എഴുതി വെച്ചോ. ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. ആദ്യം ഈ റിയാക്ഷൻ ആവശ്യമുള്ള റിയേജന്റ് ആരാന്ന് എഴുതി വെച്ചു. ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ കൂടെ എന്ത് കൂടി കഴിഞ്ഞാലാണ് നമുക്ക് ആവശ്യമുള്ള കാർബോക്സിലിക് ആസിഡ് കിട്ടുക? ഇത് റിയേജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എഴുതി വെച്ചോളണേ. കാർബൺ ഡയോക്സൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. എന്താണ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്? കാർബൺ ഡയോക്സൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്യും, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ വെള്ളം ഒഴിക്കും. അപ്പോൾ ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് നേരെ എന്തായിട്ട് മാറും എന്നാണ് പറയണത്? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. മക്കളെ, RMgX എന്നതാണല്ലോ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഫോർമുല. RMgX. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. അതിന് പകരം ഇനി CH3 വന്നാലും CH3 CH2 വന്നാലും CH3 CH2 CH2 എത്ര നീളമുള്ള ചെയിൻ വന്നാലും റിയാക്ഷൻ സെയിം ആണ്. Mg എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം തന്നെ. X എന്ന് പറഞ്ഞാൽ ഹാലോജൻ ആണ്. അവിടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആരും വരാം. ഗ്രിഗ്നാർഡ് റിയേജന്റിലേക്ക് ഞാൻ ഈ പറഞ്ഞ റിയേജന്റുകൾ സിംഗിൾ സ്റ്റെപ്പിലായിട്ട് ചെയ്യാണ്. കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്യുന്നു, കൂടെ ആരും ഹൈഡ്രോളിസിസ് എന്നതിനെ H2O+H+ എന്ന് കാണാം, അല്ലെങ്കിൽ H2O എന്ന് വെറുതെ കാണാം, അല്ലെങ്കിൽ H3O+ എന്ന് കാണാം. എല്ലാം നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതേ ഹൈഡ്രോളിസിസിനെ കുറിച്ച് നമ്മളിവിടെ പറയൂട്ടോ. എന്താ ഞാൻ പറഞ്ഞത്? ഗ്രിഗ്നാർഡ് റിയേജന്റിലേക്ക് കാർബൺ ഡയോക്സൈഡ് ഇട്ടു, അതാണല്ലോ ഞാൻ ആവശ്യപ്പെട്ടത്. അരമാർക്കിന് മുകളിൽ ഹൈഡ്രോളിസിസ് കണ്ടു, അതാണല്ലോ ഞാൻ രണ്ടാമത് ആവശ്യപ്പെട്ടത്.
എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. ഈ 6 ഗ്രൂപ്പ് ഇതേ കണ്ടില്ല, 6 ഗ്രൂപ്പ്, ആ 6 ഗ്രൂപ്പിലേക്ക് ഒരു COOH ഗ്രൂപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യും, ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യും. ഇവിടെ കിട്ടിയത് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് അല്ല, ഇവിടെ കിട്ടിയത് അസെൻഡിങ് സീരീസ് കാർബോക്സിലിക് ആസിഡ് ആണെന്നാ പറയാം. അതായത് ഇവിടെ R എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ Rൻ്റെ കൂടെ ഒരു എക്സ്ട്രാ കാർബൺ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ റിയാക്ഷൻ കഴിയുമ്പോൾ കാർബണിൻ്റെ എണ്ണം 1 കൂടിയിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ അസെൻഡിങ് സീരീസ് എന്ന് വിളിക്കുക. കാർബണിൻ്റെ എണ്ണം കുറഞ്ഞു പോകുന്ന റിയാക്ഷൻസ് ഉണ്ട്, അങ്ങനത്തെ ആളുകളെ നമ്മൾ ഡിസെൻഡിങ് സീരീസ് എന്ന് വിളിക്കും. കാർബണിൻ്റെ എണ്ണം കൂടുതലോ കുറവൊന്നും ഇല്ലെങ്കിൽ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. മുകളിൽ കിട്ടിയതൊക്കെ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ കിട്ടുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് അല്ല, ഒരു കാർബണിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ അതിലിനി കൂടുതൽ എക്സാമ്പിൾ പറഞ്ഞിട്ട് സംഭവമാക്കാൻ മാത്രമൊന്നുമില്ല. എന്നാലും CH3MgCl എന്ന് കണ്ടു. CH3MgCl കാണുന്നുണ്ടല്ലോ, RMgX എന്ന ഫോർമാറ്റിലാണ്. അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തു, ആരോ മാർക്കിന് മുകളിൽ H3O+ എന്ന് കണ്ടു. H3O+ എന്ന് പറഞ്ഞാലും H2O ബാർ H+ എന്ന് പറഞ്ഞാലും സെയിം ആണ്. എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? RCOOH ആകും. ഇവിടെ Rന് പകരം ഇവിടെ ആരാണുള്ളത്? CH3 ആണ്. അപ്പോൾ ആ CH3 അവിടെ തന്നെ ഉണ്ടാകും, കൂടെ ഒരു എക്സ്ട്രാ COOH കൂടി വരും. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ, ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ ഒരു കാർബൺ ഉണ്ടായിരുന്നുള്ളൂ, കിട്ടിയ പ്രൊഡക്റ്റിൽ 2 കാർബൺ ഉണ്ട്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ മീഥൈൽ ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ കിട്ടിയ ബെൻസോയിക് ആസിഡ് എഥനോയിക് ആസിഡ് ആണ്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാനുള്ള വഴിയും കഴിഞ്ഞു. നാലാമത്തത് ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ് ആണ്. ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ് എന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിൽ 5 ഹെഡിങ്ങിലായിട്ട് കൊടുത്തിരിക്കുന്ന സാധനത്തെ ഞാനൊരു സിംഗിൾ ടോപ്പിക് ആക്കി മാറ്റുകയാണ്. ഹൈഡ്രോളിസിസ് എന്ന ഹെഡിങ് എഴുതിയിട്ട് നിങ്ങൾ അതിൻ്റെ താഴെ എങ്ങനെയാണ് എഴുതേണ്ടത്? ദ ഫോളോയിങ് 5 റിയാക്റ്റൻസ് എഴുതിക്കോളൂ. ദ ഫോളോയിങ് 5 റിയാക്റ്റൻസ്, ദ ഫോളോയിങ് 5 റിയാക്റ്റൻ്റ്, 5 റിയാക്റ്റൻറ്റുകൾ, ഫോളോയിങ് 5 റിയാക്റ്റൻസ് produce carboxylic acid by hydrolysis. ഹൈഡ്രോളിസിസിലൂടെ താഴെ പറയുന്ന 5 റിയാക്റ്റൻറ്റുകൾ എന്ത് ചെയ്യും? കാർബോക്സിലിക് ആസിഡ്സിനെ തരും. 5 റിയാക്റ്റൻറ്റുകൾ കാർബോക്സിലിക് ആസിഡ്സിനെ തരും. അതിലൊന്ന് ആരൊക്കെയാണ് 5 എന്നുള്ളത് പഠിച്ചോട്ടോ. അതിലൊന്ന് എ എന്ന് കൊടുത്തോ. 5 എണ്ണം വരാണ്ട് 5 ആളുകൾ, 5 ആളുകൾക്കും ഹൈഡ്രോളിസിസ് അങ്ങോട്ട് നടത്തിയാൽ മതി. പ്രൊഡക്റ്റ് എന്തായിരിക്കും? കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. എ ആരാണെന്ന് എഴുതി വെച്ചോളൂ. നൈട്രൈൽ. നൈട്രൈൽസ്. എ എന്ന് പറയുന്നത് നൈട്രൈൽസ് ആണ്. നൈട്രൈൽ മക്കളെ, നൈട്രൈൽ എന്നതിനെ ഞാൻ RCN എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, RCN എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അയാൾക്ക് ഹൈഡ്രോളിസിസ് സംഭവിക്കുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ഹൈഡ്രോളിസിസ് എന്നതിനെ നിങ്ങൾക്ക് H2O എന്ന് ഒറ്റക്ക് കാണാം. ചിലപ്പോൾ എങ്ങനെ കാണാം? H2O ബാർ H+ എന്ന് കാണാം. അല്ലെങ്കിൽ H2O ബാർ OH- എന്ന് കാണാം. അല്ലെങ്കിൽ H3O+ എന്ന് കാണാം. ഇതെന്ത് വന്നാലും നിങ്ങൾ മനസ്സിലാക്കണം, റിയാക്ഷൻ എന്താണ്? ഹൈഡ്രോളിസിസ് ആണ്. റിയാക്ഷൻ എന്താണ്? ഹൈഡ്രോളിസിസ് ആണ്. അപ്പോൾ RCN എന്ന് പറഞ്ഞാൽ ഒരു നൈട്രൈലാണ്. അതിൽ ഒരു ഹൈഡ്രോളിസിസ് സംഭവിക്കുന്നു. ഞാൻ H3O+ എന്ന് എഴുതി. മിക്കവാറും ഇങ്ങനെയാണ് കാണുക, H3O+. അപ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? ഈ RCN എന്നത് RCOOH ആയി മാറും. ഏതാണോ ഫങ്ഷണൽ ഗ്രൂപ്പ്, ആ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറിയിട്ട് നേരെ കാർബോക്സിലിക് ആസിഡായിട്ട് മാറും. സിമ്പിൾ പരിപാടിയാണ്. ഇനി R ഗ്രൂപ്പ് മാറ്റിയിട്ട് അവിടെ CH3 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് എഴുതാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല. R ഗ്രൂപ്പ് മാറി വരും എന്നത് നിങ്ങളൊന്ന് ഓർത്താൽ മതി. അവിടെ CH3 എന്നോ ഈഥൈൽ ഗ്രൂപ്പോ പ്രൊപ്പൈൽ ഗ്രൂപ്പോ എത്ര ലെങ്ത് ഉള്ള ഗ്രൂപ്പായിട്ടും കുഴപ്പമില്ല, റിയാക്ഷൻ സെയിം ആണ്. കാരണം എന്താ? ഈ R അതുപോലെ ഇവിടെ ഉണ്ട്, ആ Rനൊരു മാറ്റം വന്നിട്ടില്ല. മാറ്റം വന്നത് CN-നാണ്. നൈട്രൈൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. ബി എഴുതി വെച്ചോ. ബി ആരാണ്? അമൈഡ്. ബി ആരാണ്? അമൈഡ്. നൈട്രൈൽ കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ആളാണ് അമൈഡ്. അമൈഡ് നിർബന്ധമായിട്ടും കാർബോക്സിലിക് ആസിഡ് തരും. RC+O NH2 എന്ന് പറയുന്നതാണ് അമൈഡിൻ്റെ ഫോർമുല. RC+O NH2. ഒന്നും നോക്കാനില്ല. ദേ മുകളിൽ പറഞ്ഞതുപോലെ ഹൈഡ്രോളിസിസ് കൊടുക്കുന്നു. RCOH. RC+O OH എന്നാണ് വരിക. അതുതന്നെയാണ് നമ്മൾ ഷോർട്ടാക്കി എഴുതിയിട്ടുള്ളത് RCOH.
RCOOH. ഇവിടെ ഉണ്ടായിരുന്ന NH2 ഗ്രൂപ്പ് പോയിട്ട് പകരം ഒരു OH കയറി വരികയാണ് അവിടെ ചെയ്യുന്നത്. NH2 ഗ്രൂപ്പ് പോയിട്ട് പകരം OH കയറി വരിക. അപ്പം എന്തായി? RC ഡബിൾ ബോണ്ട് OH എന്നാവില്ലേ? അതാണ് RCOOH. കണ്ടല്ലോ. അപ്പോൾ ഒന്നും നോക്കാനില്ല. ഞാൻ ഈ പറയുന്ന 5 ആളുകൾക്ക് ഹൈഡ്രോളിസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കിട്ടും. ശ്രദ്ധിക്കേണ്ട ആളുകളെ ഞാൻ എടുത്തു പറഞ്ഞു തരേണ്ടത്. മൂന്നാമത്തത് ആസിഡ് ക്ലോറൈഡ് ആണ്. ആസിഡ് ക്ലോറൈഡ്. മൂന്നാമത്തത് ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡ് ഇതുപോലെ തന്നെയാണ് മക്കളെ റിയാക്ഷൻ. RC ഡബിൾ ബോണ്ട് CLനെയാണ് നമ്മൾ ആസിഡ് ക്ലോറൈഡ് എന്ന് വിളിക്കുന്നത്. അതിലേക്കും ഹൈഡ്രോളിസിസ് കൊടുത്തു കഴിഞ്ഞാൽ അതും എന്തായി മാറും? RCOOH ആയിട്ട് മാറും. RCOOH ആയിട്ട് മാറും. ഈ CL ഇവിടുന്ന് പോകും, പകരം OH കയറി വരും. RCOOH ആയിട്ട് മാറും ആസിഡ് ക്ലോറൈഡ്. നാലാമത്തത് ആരാണെന്ന് അറിയാം? നാലാമത്തത് അൻഹൈഡ്രേറ്റ് ആണ്. ആസിഡ് അൻഹൈഡ്രേറ്റ്. ആസിഡ് അൻഹൈഡ്രേറ്റ്. ആസിഡ് അൻഹൈഡ്രേറ്റ്. മക്കളെ, ആസിഡ് അൻഹൈഡ്രേറ്റിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്ന് പറയുന്നുണ്ട്. RC ഡബിൾ ബോണ്ട് OC ഡബിൾ ബോണ്ട് R. ഇതാണെന്ത്? ആസിഡ് അൻഹൈഡ്രേറ്റ്. RC ഡബിൾ ബോണ്ട് OC ഡബിൾ ബോണ്ട് R. ഇവിടെയുള്ള R ഗ്രൂപ്പ് തന്നെ വേണം ഇവിടെ എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഒരു എൻഡിലുള്ള ആറിനെ ഞാൻ R എന്നും മറ്റതിനെ R' എന്നും വിളിച്ചിട്ടുണ്ട്. ഇത് കാർബോക്സിലിക്. ഇതിന് എന്ത് സംഭവിക്കുകയാണ്? ഞാൻ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ 2 കാർബോക്സിലിക് ആസിഡ് കിട്ടും. അതായത് ഈ ബോണ്ട് കണ്ട് ബ്രേക്ക് ചെയ്തിട്ട് 2 കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഏതായിരിക്കും 2 കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്സ്. അതായത് ഇവിടെ ബോണ്ട് പൊട്ടിയാലും ഇവിടെ ബോണ്ട് പൊട്ടിയാലും ഇവിടെ ബോണ്ട് പൊട്ടിയാലും ഇവിടെ ബോണ്ട് പൊട്ടിയാലും കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ് RCOOHും നേരത്തെ പറഞ്ഞ R'COOHും ആയിരിക്കും. അപ്പോൾ മിക്സർ ഓഫ് കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഇവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന് വെച്ച് ഒരു കാർബോക്സിലിക് ആസിഡ്, അവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന് വെച്ച് വേറൊരു കാർബോക്സിലിക് ആസിഡും കിട്ടും. അപ്പോൾ ഇത് CH3 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? CH3COOH. ഇത് ഈതൈൽ ഗ്രൂപ്പാണെന്ന് വിചാരിച്ചോ. ഈതൈൽ എന്ന് പറഞ്ഞാൽ CH3CH2 എന്നാണല്ലോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? CH3CH2COOH. കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കിട്ടും. മനസ്സിലായില്ല? അപ്പോൾ അൺഹൈഡ്രേറ്റ് ആണെങ്കിൽ രണ്ട് ഭാഗത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ വെച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസിഡ് കിട്ടും. മിക്സർ ഓഫ് കാർബോക്സിലിക് ആസിഡ് കിട്ടും എന്ന് ഓർക്കുക. ഇനി രണ്ട് ഭാഗത്തും ഒരേ ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിലും സെയിം റിയാക്ഷൻ തന്നെ. 2 കാർബോക്സിലിക് ആസിഡും സെയിം ആയിരിക്കും. ഫിഫ്ത്ത് വൺ എസ്റ്റർ ആണ്. എസ്റ്റർ. ഈ എസ്റ്ററിനെ ഹൈഡ്രോളിസിസ് ചെയ്താലും കാർബോക്സിലിക് ആസിഡ് തന്നെയാണ് കിട്ടുക. അറിയാമോ മക്കളെ നിങ്ങൾക്ക് എസ്റ്ററിൻ്റെ ഫോർമുല? RC ഡബിൾ ബോണ്ട് OR എന്നാണ് എസ്റ്ററിൻ്റെ ഫോർമുല. RC ഡബിൾ ബോണ്ട് OR. മക്കളെ, ഈ R ഗ്രൂപ്പും ഞാൻ അതിനെ R' എന്ന് വിളിക്കും. സിമ്പിൾ റിയാക്ഷൻ ആണ്. ഇതുവരെ പറഞ്ഞതിൽ നിന്നൊരു ചെറിയ വ്യത്യാസം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൈ പ്രൊഡക്റ്റ് കൂടി ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളണേ. RCOOR' എന്ന ബോണ്ട് ഇവിടെ ഇങ്ങോട്ട് പൊട്ടും. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യണമല്ലോ, വാട്ടർ ആണല്ലോ ആഡ് ചെയ്യുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ H2O അല്ലേ മക്കളെ? H2O എന്ന് പറഞ്ഞാൽ ഒരു Hഉം ഒരു OHും ആണല്ലോ. അപ്പം ഞാൻ ഈ Hനെ ഇവിടെയും OHനെ ഇവിടെയും എഴുതിയിട്ടുണ്ട്. ഈ ഫ്രാഗ്മെൻറ്റ് ഞാൻ ഈ വരച്ചിരിക്കുന്ന വരയിലൂടെ അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ആളുകളെ ഒരുമിച്ച് വായിക്കണം. RCOOH. ആരെയാണ് ഞാൻ വായിച്ചത്? പറ. RCOOH. അപ്പോൾ നമ്മുടെ പ്രശ്നം ഇവിടെ തീരേണ്ടതാണ്. കാര്യം നമ്മൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡിലാണ് ഉള്ളത്. ഇവിടെ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. അതോടെ നമ്മുടെ പ്രശ്നം ഇവിടെ തീരേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ട്. അതാരാണ് ബൈ പ്രൊഡക്റ്റ്? റൈറ്റ് സൈഡിലുള്ള ആളുകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കാം. R'OH. ആരാണ്? എന്തായാലും നോക്കടാ. R'OH അല്ലേ? വാട്ടറിലുള്ള Hഉം ഇവിടെയുള്ള R'. അപ്പോൾ എന്താണ് ബൈ പ്രൊഡക്റ്റ് ഇവിടെ കിട്ടുന്നത്? R'OH. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു കാർബോക്സിലിക് ആസിഡും ഒരു ആൽക്കഹോളുമാണ് കിട്ടുന്നത്. ആൽക്കഹോൾ കിട്ടുക എന്നതും ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എസ്റ്റർ തരുന്ന സമയത്ത് ഓക്സിജൻ്റെ കൂടെയുള്ള ആളാരാണോ അയാൾ ആൽക്കഹോൾ തരും. അയാൾ എന്ത് തരും? ആൽക്കഹോൾ തരും. കാർബണിൻ്റെ കൂടെയുള്ള ആളാരാണോ അയാൾ എന്തും തരും? കാർബോക്സിലിക് ആസിഡും തരും.
വേണമെങ്കിൽ എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. CH3 സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O CH2 CH3 കാണുന്നുണ്ടോ? ഹൈഡ്രോളിസിസ് നടത്തുകയാണ് മക്കളെ, ഹൈഡ്രോളിസിസ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ C എന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കാർബണുള്ള മീഥൈൽ ഗ്രൂപ്പാണ്. ഓക്സിജൻ്റെ റൈറ്റ് സൈഡിൽ 2 കാർബണുള്ള ഈഥൈൽ ഗ്രൂപ്പാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടും. ഈ ബോണ്ട് പൊട്ടിയിട്ട് ഇവിടെയുള്ള ഫ്രാഗ്മെൻറ്റ്, ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രാഗ്മെൻറ്റ് കാർബോക്സിലിക് ആസിഡായി മാറും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകും പറ? CH3 COOH എന്നായി മാറും. ശരിയല്ലേ? ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രാഗ്മെൻറ്റ് കാർബോക്സിലിക് ആസിഡായി മാറും. റൈറ്റ് സൈഡിലുള്ള ഫ്രാഗ്മെൻറ്റ് ആൽക്കഹോളായിട്ട് മാറും. ആരാണ് ആൽക്കഹോൾ? CH3 CH2OH. CH3 CH2OH അതാണ് അവിടുത്തെ ആൽക്കഹോൾ പ്രൊഡക്റ്റ്. ആരാണ്? CH3 പറ CH2OH. അപ്പോൾ ആരാണ് ആൽക്കഹോൾ, ആരാണ് കാർബോക്സിലിക് ആസിഡ് എന്നത് വളരെ കൃത്യമാണ്. അത് നിങ്ങൾക്ക് തോന്നിയ പോലെ ഒരാൾ ആൽക്കഹോളും ഒരാൾ കാർബോക്സിലിക് ആസിഡുമായിട്ട് എടുക്കാൻ പാടില്ല. ഓക്സിജൻ്റെ കൂടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ് എന്തായിട്ട് മാറുന്നത്? ആൽക്കഹോളായിട്ട് മാറുന്നത്. റൈറ്റ് സൈഡിലുള്ള, അതായത് ഈ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് O, കാർബണൈൽ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള ആളാണ് കാർബോക്സിലിക് ആസിഡായിട്ട് മാറുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 5 ആളുകളിലും നടക്കുന്നത് ഹൈഡ്രോളിസിസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ 5ഉം അവതരിപ്പിച്ചിരിക്കുന്നത് 5 ഹെഡിങ് ആയിട്ടാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം സെയിം മെക്കാനിസമാണ്. ഒരേ ഒരു കാര്യം നോക്കേണ്ടത് എസ്റ്ററിലാണ്. എസ്റ്ററിൽ കാർബോക്സിലിക് ആസിഡ് മാത്രമല്ല, ഒരു ആൽക്കഹോൾ കൂടി എന്തായിട്ടുണ്ടാകുന്നുണ്ട്? ബൈ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.